ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഒരുപക്ഷെ വയനാട്ടിലുള്ള കുറേ പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും. ഞാനിവിടെ അമ്പലവയലിലുള്ള പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കേരള കാർഷിക സർവകലാശാലയുടെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരു 4-5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പൂപ്പൊലി എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഷോ തുടങ്ങി വെച്ചത്, അതുപോലെ തന്നെ കോളേജ് തുടങ്ങിയതൊക്കെയാണ് എനിക്ക് കോൺട്രിബ്യൂഷൻസായിട്ട് പറയാനുള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ കൃഷി ഇഷ്ടപ്പെടുന്ന, കൃഷിയോടുള്ള പാഷനുള്ളതുകൊണ്ട് മാത്രം വയനാട്ടിൽ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരാളാണ് ഞാൻ. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ആദ്യമായിട്ട് ഞാൻ വയനാട്ടിൽ വന്ന സമയത്ത് കുറച്ച് സ്ഥലം ഞങ്ങൾ മേടിച്ചു. അങ്ങനെയാണ് ഈ ഒരു തോട്ടം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗാർഡൻ, ഒരു 4 ഏക്കർ സ്ഥലത്തിലുള്ള ചെറിയൊരു ഗാർഡൻ ഞങ്ങൾ തുടങ്ങി വെച്ചത്. ഇതിനകത്ത് ഏകദേശം 1600ഓളം വിവിധ ഇനം പഴവർഗ്ഗങ്ങൾ, മറ്റ് ചെടികളെല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കളക്ഷൻ മാവിൻ്റെ ഒരു കളക്ഷൻ, വലിയൊരു കളക്ഷൻ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 4 വർഷമായിട്ടാണിത് കൂടുതൽ ഇൻറ്റൻസീവായിട്ട്, അത് റിട്ടയർ ചെയ്തതിന് ശേഷം ആണ് ഞങ്ങളിതൊരു ഗാർഡൻ എൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ചെറിയ നഴ്സറി ഉണ്ട് ഞങ്ങൾക്ക്. ഈ മാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പഴമാണ് മാങ്ങ. അതുകൊണ്ട് ഞങ്ങൾ കർഷകരിൽ നിന്നായിട്ട്, അതേപോലെ തന്നെ നല്ല മികച്ച മാവിനങ്ങൾ ഉള്ള ഞങ്ങളൊക്കെ സുഹൃത്തുക്കളുടെ അടുത്തു നിന്നൊക്കെ ആയിട്ട് ഒരു 300-320 വെറൈറ്റി മാവുകൾ ഞങ്ങളിവിടെ കളക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡ്രമ്മുകളിലും തോട്ടത്തിനകത്ത് തന്നെ ഹൈഡ് ആൻഡ് സീറ്റിൽ നട്ടിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. പല ഇനങ്ങളും ശരിക്കും പറഞ്ഞാൽ വിശ്വസനീയമായ രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന ഇനങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു എക്സിബിറ്റ് ആയിട്ടാണ് ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരിപാടികളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തത്. തീർച്ചയായിട്ടും റിട്ടയർ ചെയ്തതിന് ശേഷം ഈ കൃഷിയോടുള്ള പാഷൻ കൊണ്ട് മാത്രം ഇത്തരം ഒരു സംരംഭത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ വിശ്രമിക്കേണ്ട സമയമാണ് റിട്ടയറൊക്കെ ചെയ്തിട്ട്, പക്ഷേ അതിന് പകരം ഞങ്ങളതൊരു കൃഷി ഒരു പാഷനായിട്ട്, ഞങ്ങളുടെ ജീവൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കലേപ്പാടി ഇൻഡു നീലം എന്ന പേരുള്ള ഒരു ഹൈബ്രിഡ് മാവിനാണിത്. ഇവിടെ വയനാട്ടിൽ സമൃദ്ധമായിട്ട് കായ്ക്കുന്നുണ്ട്. ഇത് താഴെ, അതായത് മറ്റ് ജില്ലകളിൽ നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു അപൂർവ ഇനമാണ് ഈ കലേപ്പാടി ഇൻഡു നീലം എന്ന് പറയുന്ന വെറൈറ്റി. ഇത് നല്ലൊരു ഇനമാണ്. ഇത് രത്ന എന്ന് പറയുന്ന ഇനം. ഇതും നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഒരു മാവിൻ്റെ ഇനമാണ്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കാണുന്ന ഈ മാവുകളെല്ലാം തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ കൃഷി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാനമായിട്ട് പ്ലാന്റിങ് മെറ്റീരിയൽസ്, ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാക്കി നല്ല ഇനങ്ങളുടെ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞങ്ങൾ മാതൃവൃക്ഷങ്ങളായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സിന്ദൂരം എന്ന് പറയുന്ന മാവിനാണിത്. ഇതിൻ്റെ കായകൾക്കൊരു പഴുത്ത് അല്ലെങ്കിൽ മൂത്ത് കഴിയുമ്പോൾ ഒരു ചുവപ്പ് നിറമായിരിക്കും കായകൾക്ക്. അതുകൊണ്ടാണ് സിന്ദൂരം എന്നുള്ള പേര്. മാത്രമല്ല ഒരു 450-500 ഗ്രാം വരെ ഓരോ കായകളും വലുപ്പം ഉണ്ടാവും. എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കുന്ന ഒരു മികച്ച ഇനമാണ് ഈ സിന്ദൂരം. ഇവിടെ ഏകദേശം 100ഓളം മാവിൻ്റെ ഏറ്റവും മികച്ച ഇനങ്ങൾ ഞങ്ങളിവിടെ കണ്ടെയ്നറുകളിൽ, ബാഗ്സിലെല്ലാം, പോളി ബാഗ്സിലെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും തന്നെ ഞങ്ങളിതിൻ്റെ നല്ല വെറൈറ്റികൾ മാത്രം സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് നട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇവാലുവേഷൻ നടത്തേണ്ടതുണ്ട്. ഈ വെറൈറ്റികൾ നമ്മളെ കേരളത്തിലെ കണ്ടീഷനിൽ നല്ലതാണോ, ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഈൽഡ് എങ്ങനെയുണ്ട്, എല്ലാ വർഷവും കായ്ക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും മികച്ച ഇനങ്ങൾ മാത്രം ക്ലോൺസ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കർഷകർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും കുറേ ഹൈബ്രിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കർഷകരുടെ ഫീൽഡിലുള്ള കുറച്ച് സെലക്റ്റഡ് വെറൈറ്റികളുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള സിന്ദ്രി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. നമ്മളെ കേരളത്തിൽ കാണുന്ന കുളമ്പ് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്.
സിന്ധു എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. അതുപോലെ നാഗ്പൂരിൽ നിന്നും ലക്നൗ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറേ നല്ല മികച്ച ഇനങ്ങൾ ഇതിനകത്ത്, ഫിലിപ്പൈൻസിൽ നിന്നും പിന്നെയുള്ളത് ശ്രീലങ്ക എന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റികളടക്കം ഈ കളക്ഷനിലുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും. അതായത് ഈ ലോകത്തിലുള്ള ഏത് വിളയും വിജയകരമായിട്ട് വിളയിക്കാൻ കഴിയുന്ന മണ്ണും കാലാവസ്ഥയുമുള്ള ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഭൂമിയാണ് നമ്മുടെ ഈ വയനാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 1000ൻ്റെ മുകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് മുസംബി. ചെറിയ കായകളാണ്, പക്ഷേ ധാരാളമായിട്ട് കായ്ക്കുന്ന ഈ മുസംബി നല്ല മധുരം ഉണ്ടാകുന്നുണ്ട് കായകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് നമ്മളിവിടെ പരീക്ഷണം അല്ലെങ്കിൽ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും നല്ല പ്രോഫിറ്റബിളായിട്ട് നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ കളക്ഷനിൽ ഏകദേശം 300-ലധികം മാവ് ഇനങ്ങളുണ്ട്. അതിൽ കുറച്ച് നല്ല സെലക്ഷൻസ് ഉണ്ട് വെളിയിൽ നിന്ന് കൊണ്ടുവന്നതും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും എല്ലാ ഇനങ്ങളും ഞങ്ങൾക്ക് കാണുന്ന എല്ലാ ഇനങ്ങളും നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കളക്ഷനാണിത്. ഇത് വിയറ്റ്നാമിൽ നിന്നുള്ള എല്ലാ കാലത്തും കായ്ക്കുന്ന ഓൾ സീസൺ ഒരു മാവാണ്. നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു ഇനമാണ് ഇത്. ഈ മാവിൻ്റെ ഇനം ഇത് എപ്പോഴും കായ്ക്കുന്നുണ്ട്. മിക്കവാറും 12 മാസം ഇതിൻ്റെ അവിടെ കായ ഉണ്ടാവും. ഇത് തായ്ലാൻഡിൽ നിന്നുള്ള അതുപോലെ തന്നെ ഒരു എല്ലാ സീസണിലും കായ്ക്കുന്ന ഒരു ഓൾ സീസൺ വെറൈറ്റിയാണ്. ഇത് നിറയെ കായ ഉണ്ടാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മരമായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വീടുകളിലൊക്കെ ഈവൻ നമ്മുടെ ഡ്രമ്മുകളിലൊക്കെ പ്ലാന്റ് ചെയ്യാൻ പറ്റിയ ഇനമാണ് ഈ തായ്ലാൻഡിൻ്റെ ഈ ഇനം. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സീസണിലും കായ്ക്കുന്നത് മാത്രമല്ല, നിറച്ച് കായ ഉണ്ടാവും, നിറയെ കായ ഉണ്ടാവും. അതിനുള്ളിൽ ഹൈ ഡെൻസിറ്റിയിൽ നടാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണിത്. നല്ല മധുരമുള്ള ഇതെല്ലാം ഈ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മാവുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ നമ്മളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ എന്നത്. പിന്നെയുള്ളത് നമ്മുടെ സെലക്ഷൻസാണ്. നമ്മുടെ നാടൻ സെലക്ഷൻസ് ഒരുപാടുണ്ട്. ഇത് നമ്മുടെ നാടൻ മാവുകളുടെ ഒരു കളക്ഷനാണ്. ഏറ്റവും നല്ല ഒരു സെലക്ട് ചെയ്തിട്ടുള്ള വെറൈറ്റികളുടെ ഒരു ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ആണ് ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് പുല്ല് കയറാതിരിക്കാനൊക്കെ ആയിട്ട് മൾച്ചിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് പറിച്ചിട്ടതാണ്. ഇത് ബാംഗ്ലൂർ എന്ന് പറയുന്ന വെറൈറ്റിയാണിത്. ഇതൊക്കെ എല്ലാ വർഷവും അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള മാവ് ഇനങ്ങളാണ്. 320 അടുത്ത് ഇനങ്ങളുണ്ട് മൊത്തത്തിൽ ഞങ്ങളുടെ അടുത്ത് ഈ 4 ഏക്കർ സ്ഥലത്തിലായിട്ട്. അതിൽ ഏറ്റവും നല്ല വെറൈറ്റികൾ ആവശ്യമുള്ളവർക്ക് അവർ പറയുന്ന ഇനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇവിടുന്ന്. ഈ ബ്ലോക്കിൽ ഞങ്ങൾ മാവിൻ്റെ വിവിധ ഇനങ്ങൾ, ഏറ്റവും നല്ല ഇനങ്ങൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് നമ്മളെ സുഹൃത്തുക്കളുടെ അതുപോലെ തന്നെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുടെയൊക്കെ പുരയിടങ്ങളിൽ നിന്ന് അതിൻ്റെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലോട്ടാണിത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല ഇനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് ഉദാഹരണത്തിന് നമ്മൾ നാടൻ ഒള്ളൂറാണ്. നമുക്ക് 2 വർഷം കൊണ്ട് ഇത് കായ വന്നു തുടങ്ങി. കഴിഞ്ഞ കൊല്ലം കായ ഉണ്ടായിരുന്നു ഇതിൽ, ഒറ്റ വർഷം കൊണ്ട്. ഇവിടെ ഞങ്ങൾ ഈ മാവ് നട്ടിട്ടുള്ളത് 2 മീറ്റർ അകലത്തിലാണ് മാവുകൾ തമ്മിൽ. എന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ആണ് ഇത്. മാത്രമല്ല ഇതിനകത്ത് ഈ മാവ് നട്ട സമയത്ത് ഞങ്ങൾ ഇടവിളയായിട്ട് വാഴ കൃഷി ചെയ്തപ്പോൾ വാഴ തീർന്നു. ഇനി അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നുകിൽ അലങ്കാര ചെടികൾ
കട്ട് ഫ്ലവേഴ്സ് വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ പച്ചക്കറികൾ ഇതിനകത്ത് ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ അതിനൊരു അഡീഷണൽ വരുമാനം കിട്ടും. ഇത് പ്രധാനമായിട്ടും കായ്ക്ക് വേണ്ടിയല്ല, ഞങ്ങളിത് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലോട്ട് ഉണ്ടാക്കിയിട്ട്. പക്ഷേ കായ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. കിട്ടുന്ന കായകളൊക്കെ ഞങ്ങൾ ഇത് മൂല്യവർദ്ധന നടത്തിയിട്ട് പ്രൊഡക്ട്സാക്കി മാറ്റുന്നുണ്ട്. ഇത് ഒള്ളൂറിനാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത്, അപ്പോൾ ഞാനിരിക്കുന്ന ഈ മരം 2 വർഷമായിട്ടുള്ളത്. ഇത് ഒള്ളൂർ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഇനാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇനാണ്. ഇതുപോലെ അൽഫോൺസോ, പ്രയോർ, ബംഗാരപ്പള്ളി, കേസർ, പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ ഇനങ്ങളും ഞങ്ങൾ പല സ്ഥലത്തായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. കർഷകരുടെ പ്ലോട്ടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കൂടെയാണ് ഇതിലുള്ളത്. ഏകദേശം 80ഓളം വെറൈറ്റികൾ ഇതിനകത്ത് മാത്രമുണ്ട്. ഇപ്പോൾ ഇതിന് പുറമെ മുകളിൽ വേറെയും 2-3 പ്ലോട്ടുകളുണ്ട്. മാവിൻ്റെ കളക്ഷൻ ഓരോ സ്ഥലത്തുനിന്നുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് കണ്ടെയ്നറിലും അതുപോലെ തന്നെ നിലത്തുമായിട്ട് ഞങ്ങളിത് നട്ടുവെച്ചിട്ടുള്ളതാണ്. ഇത് ബ്ലാക്ക് ആൻഡ് റൂസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മളെ കർഷകർക്കിടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നിറയെ ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മാവ്. ഇതിൻ്റെ ഗ്രാഫ്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വലുപ്പമുള്ള കായാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നിറയെ കായകളുണ്ടാവും, നേരത്തെ കായ്ച്ച് നല്ല മധുരമുള്ള പഴങ്ങളുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇതിൻ്റെ ചെടി കാണാൻ രസമാണ്. ഇതിൻ്റെ പുതിയ തളിരുകൾ ശരിക്കും ബ്രിക്ക് റെഡ് കളറാണ്, ഒരു ബ്ലാക്കിഷ് കളർ, റെഡ് കളറാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് റോസ് എന്ന് പറയുന്നത്. ഇത് കേസർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് നമ്മുടെ അടുത്ത്. ഇതും നല്ല കമേഴ്ഷ്യൽ വാല്യൂ ഉള്ളൊരു മാവിൻ്റെ ഐറ്റമാണിത്. ഇത് വിയറ്റ്നാമിൻ്റെ നല്ലൊരു ഇനമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് ഏകദേശം 1 കിലോയുടെ മുകളിൽ വരും. നല്ല ടേസ്റ്റിയാണ്. ഒരു 5-6 മാസമെങ്കിലും ഇതിലുള്ള കായ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇതിപ്പോൾ കായ വലുപ്പമായി വരുന്നേ ഉള്ളൂ. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, നമുക്ക് ഈ ഭൂമിയിൽ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ കൃഷിയിലൂടെ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷി എങ്ങനെ ഒരു വ്യവസായമാക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ എങ്ങനെ ലാഭകരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാന്നുള്ളതാണ് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം. അത് നടക്കണമെങ്കിൽ, റിയാലിറ്റി ആയി മാറണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ യുവതലമുറ, യങ്സ്റ്റേഴ്സ്, അവർ കൃഷിയിലേക്ക് വരണം. ഒരു പ്രൊഫഷനായിട്ട്, ഒരു പ്രോഫിറ്റബിൾ പ്രൊഫഷനായിട്ട് അവർക്കത് ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം, കോൺഫിഡൻസ് കൊടുക്കാനാണ് നമ്മൾ ഈ പഴയ തലമുറയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ആ കാർഷിക രീതി, കൃഷി രീതി, കൃഷി സംവിധാനം പാടെ മാറേണ്ടതുണ്ട്. കുറച്ചുകൂടെ ഒരു മോഡേൺ ഔട്ട്ലുക്ക് നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരണം. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 1 ഏക്കറിൽ നിന്ന് 50,000 രൂപ അല്ലെങ്കിൽ 1 ഏക്കറിൽ നിന്ന് 1 ലക്ഷം രൂപ വാർഷിക വരുമാനം കിട്ടുമ്പോൾ എങ്ങനെയാണ് കൃഷി ലാഭകരമായിട്ട് ആൾക്കാർക്ക്? കൃഷിയിൽ ആരും നിൽക്കില്ല, എല്ലാവരും അത് ഉപേക്ഷിച്ച് പോകും. അതേസമയം ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി വലിയ കോസ്റ്റ്ലി ഒന്നുമല്ലത്, ചിലവ് കുറച്ച് ലോ കോസ്റ്റ് ടെക്നോളജി എന്ന് തന്നെ പറയാം. മോഡേൺ ടെക്നോളജി ഉണ്ട്. 1 ഏക്കറിൽ നിന്ന് 7-8 ലക്ഷം രൂപ അല്ലെങ്കിൽ 10-25 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ടെക്നോളജി ഉണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാൻ ഈ പറയുന്ന യുവതലമുറയെ നമുക്ക് പ്രാപ്തരാക്കണം. അതേപോലെ തന്നെ ഒരു കൃഷിഭൂമിയുടെ ഓരോ ഇഞ്ച് സ്ഥലവും വിലപ്പെട്ടതാണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഓരോ ഇഞ്ച് സ്ഥലത്തു നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ, ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി വരുമാനം തരുന്ന രീതിയിൽ മാറ്റിയെടുത്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മളെ കൃഷി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യുവതലമുറ ധൈര്യമായിട്ട് ഇത് ഏറ്റെടുക്കും. അതിനാവശ്യം നമുക്ക് അവരെ അതിനുള്ള ടെക്നോളജി അവർക്ക് പാസ് ഓൺ ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ അവർക്കുള്ള ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് കൃഷി ഒരു മോഡേൺ ടെക്നോളജി ആയിട്ട്, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കൃഷിക്ക് വ്യവസായം എന്നാണ് പറയുന്നത്.
നമ്മളിതൊരു വ്യവസായമല്ല, ഒരു പ്രോഫിറ്റബിൾ വ്യവസായം ആക്കി മാറ്റാൻ കേരളത്തിൽ നമുക്ക് കഴിയും. പക്ഷേ അതിന് യങ്സ്റ്റേഴ്സ് മുന്നോട്ട് വരണം. ഞങ്ങളുടെ ഭാവിയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അവരെ ഈ കൃഷി ഒരു വലിയൊരു മോഡൽ സംവിധാനമാക്കി പ്രൊഫഷനാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങളുടെ അടുത്ത പരിശ്രമം ഉണ്ടാവുക. അതിന് തീർച്ചയായിട്ടും ദൈവം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒരു കൂട്ടായ്മയിലാണ്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ചുറുചുറുക്കുള്ള ശക്തരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരുടെ ചെറിയൊരു ഗ്രൂപ്പ് മതി നമുക്ക് നല്ലൊരു മോഡൽ ഉണ്ടാക്കാൻ കഴിയും. ആ മോഡലിനെ വാർത്തെടുക്കാനുള്ള എഫേർട്ടാണ് ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ 2-3 വർഷം കൊണ്ട് തന്നെ നമ്മളത് റിയാലിറ്റി ആക്കി മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് നഴ്സറി പരിപാടിയായിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ പറമ്പിൽ വളരെയേറെ ഫ്രൂട്ട്സ് ഉണ്ട്. കുറേ നമുക്ക് കഴിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്, ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നതിന് ലിമിറ്റ് ഉണ്ട്, കണ്ടമാനം സാധനം വേസ്റ്റ് ആവുന്നു. അത് ചുരുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാല്യൂ അഡീഷൻ പ്രോഡക്റ്റ്, അതായത് മൂല്യവർദ്ധിത പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പം നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇതുവരെ പുറമേ നമ്മളൊന്നും എടുത്ത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ചതാണ് നമ്മളെ പറമ്പിലുള്ള സാധനം വേസ്റ്റ് ആക്കാതെ കളയുക. ഇത് കൂടുതൽ പ്രോഗ്രസ് ചെയ്യും തോറും നമുക്ക് അടുത്തുള്ള മഹിളകളെയും കൂടി സ്ത്രീകളെയും കൂടി കൂട്ടിയിട്ട് അവരുടെയും കൂടി കൂട്ടമായ ഒരു സംരംഭമാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ പേഴ്സണലി നമ്മൾ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ 2 മക്കളാണ്, 2 പേരും ഇവിടെ ഇല്ലെങ്കിലും അവരുടെ സപ്പോർട്ട് ഇതിൽ വളരെ അധികം ഉണ്ട്. ബേസിക്കലി എല്ലാവർക്കും അറിയാം രാജേട്ടനാണ് ഇതിൻ്റെ മെയിൻ നട്ടെല്ല പറയണത് രാജേട്ടനാണ്. ബാക്കി നമ്മളൊക്കെ വെറും ചെറിയ ഹെൽപ്പ് മാത്രം, ഒരു വളരെ ചെറിയൊരു ഇൻപുട്ട് നമ്മുടെ ഭാഗത്തുള്ളൂ. എൻ്റെ കൂടെ തന്നെ പിള്ളേരും ഞങ്ങളെ സഹായിക്കുന്ന, കൂടെ ഇല്ലെങ്കിലും അവരെ വക ടെക്നിക്കൽ അഡ്വൈസസ്, പിന്നെ എങ്ങനെ ലേബിൾ സെറ്റ് ചെയ്യണം, ഇതൊക്കെ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ കൂട്ടമായിട്ട് ഞങ്ങൾ 4 പേരും കൂടിയാണ് ഈ പരിപാടിയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ എഗ്രോ ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് ഒരു നോൺ ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ഫാമിലി ട്രസ്റ്റ് പോലെയാണ് നടത്തുന്നത്. നമ്മൾ മാത്രമേ, ഇതിൽ വേറെ ആരും ഇൻവോൾവ് അല്ല, നമ്മൾ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ഇമ്പ്രൂവിനനുസരിച്ച് നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾക്കും കൂടി ഇതിലേക്ക് അവരുടെയും കൂടി ഒരു പങ്കാളിത്തം ഉൾക്കൊള്ളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു.